അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന, അൽഫയും ഒമേഗയുമായിരിക്കുന്ന, ആദ്യനും അന്ത്യനുമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞാൻ അൽഫയും ഒമേഗയും എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങളെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും അറിയിക്കുന്നു. സന്തോഷത്തോടും സമാധാനത്തോടും പ്രശ്നങ്ങളുടെ നടുവിലും നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് സ്തോത്രം. നമ്മുടെ വിശ്വാസ പടകിന് നേരെ ആഞ്ഞടിച്ച ഈശാന മൂലന്മാരൊന്നും നമ്മെ മുക്കിക്കളയുവാൻ ഇതുവരെ അനുവദിക്കാതെ നമ്മുടെ വിശ്വാസ നൗകയെ ഇതുവരെയും കാത്തതിനായി നല്ല കപ്പിത്താനായ കർത്താവിനെ സ്തുതിക്കുന്നു. നാം ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇമ്മാനുവേലിന്റെ വിരിക്കപ്പെട്ട ചിറക് നമുക്ക് അഭയം തരുന്നതോർത്ത് സ്തോത്രം. കാട് മേടുകളിലൂടെ നമ്മുടെ യാത്രയിൽ നമ്മെ ഒറ്റയ്ക്ക് വിടാതെ കൂടെ ഇരിക്കുന്ന നല്ല ഇടയനായി ദൈവത്തിന് സ്തോത്രം. ഇന്നുവരെ നമ്മെ കൊണ്ടുവന്നവൻ മേലിലും അതെ നിത്യതയോളവും നമ്മെ പുലർത്തുവാൻ മതിയായവനാണല്ലോ. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം, അവനിൽ നമുക്ക് രസിക്കാം, രമിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് നമ്മൾ വേഗത്തിൽ ഓടിക്കയറുന്നു. Our business in eternity. What shall we do there? How will we spend our eternity? നമ്മുടെ നിത്യതയെ നാം എങ്ങനെയാണ് ചിലവഴിക്കുക? എവിടെ എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ആ ചോദ്യം നാമുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ അപ്രസക്തമാണ്. Where will you spend your eternity is an important, very vital question for an ordinary man. Where will you spend your eternity? But since we are redeemed people, forgiven sinners, because we have an assurance of salvation, the question is, what shall we do in eternity? How will we spend our eternity? ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച പ്രസക്തമായ ചോദ്യമാണ് നിത്യത എവിടെ ചിലവഴിക്കും എന്നുള്ളത്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യനോടുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. വേറെ ഒന്നും പ്രസക്തമല്ല. ഞാനും രക്ഷിക്കപ്പെടുന്നതിന് മുഖാന്തരമായ ചോദ്യമാണത്. മറ്റാരും എന്നോട് ചോദിച്ചതല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഇടിമുഴക്കം പോലെ എനിക്ക് തോന്നിയ, എനിക്ക് മനസ്സിലായ ഒരു ചോദ്യം. സത്യമൊക്കെ അറിഞ്ഞതിന് ശേഷവും കുറച്ചുകൂടെ ലോകം ആസ്വദിക്കണം, പാപം അതൊന്ന് നുകരണം എന്ന ആഗ്രഹത്തോടെ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? 15 വയസ്സിനടുത്തുള്ളപ്പോഴാണ് സത്യത്തെ അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു 25 വയസ്സ് വരെ ലോകപ്രകാരം ജീവിക്കാന്ന്, 25 വയസ്സായിട്ട് രക്ഷിക്കപ്പെടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാ കർത്താവ് ചോദിച്ചത്, ഈ അടുത്ത 10 കൊല്ലം നീ ജീവിച്ചില്ല, അതിനു മുമ്പ് നിന്റെ പ്രാണന് ഞാൻ നിന്നോട് ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ആ ചോദ്യമാണ് എന്നെ രക്ഷയിലേക്ക് നയിച്ചത്. സ്തോത്രം. So it's a vital question for an ordinary man. Where will you spend your eternity? It's good even asking to ourselves, even if we have the salvation experience. നാം രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോഴും ആ ചോദ്യം അപ്രസക്തമാകുന്നില്ല.
ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒക്കെ ചോദിക്കുന്നത് നല്ലതാ. ഇന്ന് ഞാൻ മരിച്ചാൽ, ഇന്ന് കർത്താവ് വന്നാൽ, സ്തോത്രം. പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളതാണ്, കർത്താവ് കഴിഞ്ഞ ആഴ്ച വരാഞ്ഞതുകൊണ്ട് ഒരു സഭായോഗവും കൂടെ നമുക്ക് കിട്ടിയെന്ന്. കർത്താവ് കഴിഞ്ഞ വർഷം വരാഞ്ഞതുകൊണ്ട് ഒരു ആനുവൽ കൺവെൻഷൻ, ഒരു വാർഷിക കൺവെൻഷനും കൂടെ നമുക്ക് ലഭിച്ചു. സാധാരണ നമ്മൾ പറയാറുള്ളത്. അപ്പോഴാണ് പ്രസക്തമായ ചോദ്യം, കർത്താവ് വന്നായിരുന്നെങ്കിലോ? സ്തോത്രം. കർത്താവ് വന്നിരുന്നെങ്കിലോ? പോകും, കർത്താവിനോടുകൂടെ പോകും എന്ന് കാത്തിരിക്കുന്ന പലരും പോകില്ലെന്നുള്ളതാണ് സത്യം. ഒത്തിരി പേർക്ക് ഭയങ്കര കോൺഫിഡൻസാ, ഭയങ്കര അഷ്വറൻസാ, ഭയങ്കര ഉറപ്പാ പലർക്കും, പോകും. പക്ഷെ ആ ഉറപ്പ് കൊണ്ടൊന്നും കാര്യമില്ല. സ്വന്തമായിട്ട് മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് കാര്യമില്ല. ദൈവവചനപ്രകാരം നാം അത് ഉറപ്പാക്കണമെന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ നമ്മളും ഇടയ്ക്കിടയ്ക്കെങ്കിലും കർത്താവ് ഇന്ന് വന്നാൽ പോകുമോ, ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യതയ്ക്ക് അവകാശിയാകുമോ എന്ന് ചിന്തിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. എങ്കിലും നാം രക്ഷിക്കപ്പെട്ടു എന്ന, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്ന ബോധ്യം ഉള്ളവർക്കായിട്ടാണ് പറയുന്നത്. നമ്മുടെ അടുത്ത പ്രസക്തമായ ചോദ്യം, നമ്മൾ അവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിലെനിക്ക് തോന്നുന്നു 9 കൂട്ടം കാര്യങ്ങളോ മറ്റോ നമ്മൾ ചിന്തിച്ചു, അല്ലേ? സ്തോത്രം. ഏറ്റവും ഒടുവിലത്തെ 2 കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഒന്ന് റീകളക്ട് ചെയ്യാമോ? ഒന്ന് ഓർത്തെടുക്കാമോ? Heaven will be a place where we will enjoy the infinite glory of God. The infinite glory of God we will behold and we will enjoy. Yeah, next one was, Heaven will be a place where we will relish the love between the Holy Trinity. praise God. പരിശുദ്ധ തൃത്വത്തിന്റെ ഇടയിലുള്ള, ത്രിയേക ദൈവത്തിനിടയിൽ അവരനുഭവിക്കുന്ന സ്നേഹക്കൂട്ടായ്മ നമ്മളും ഇങ്ങനെ ആസ്വദിക്കും. സ്തോത്രം. നമ്മളും ഇങ്ങനെ ആസ്വദിക്കും. അത് രണ്ടും പറഞ്ഞ് കൊതി തീർന്നില്ല, പക്ഷേ എനിക്ക് പറയാൻ പരിമിതികളുണ്ട്. സ്തോത്രം. പരിമിതികളുണ്ട്. ഞാനും യോഹന്നാൻ 17-ാമത്തെ അധ്യായം ആസ്പദീകരിച്ച്, എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരിടത്തെ പ്രസംഗിച്ചിട്ടുള്ള കാര്യം. ചുരുക്കമായി ഓടിച്ചുമൊക്കെ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊഴികെ എനിക്ക് തോന്നുന്നു 1 ആഴ്ചത്തെ ആയിരുന്നു, 2 ആഴ്ചത്തെ ആയിരുന്നു ഒരു സ്ഥലത്ത് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഇതേ സംബന്ധിച്ച് തുടർമാനമായിട്ട് ശുശ്രൂഷിപ്പാൻ ഒരു അവസരം ഉണ്ടായി. എന്നാൽ അന്ന് എൻ്റെ ഹൃദയം അത്ര കണ്ട് പതിയാത്ത, എൻ്റെ ഹൃദയം അന്നും അത്ര കണ്ട് പതിയാതിരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അത് നമ്മുടെ ഈ പഠനത്തിനിടയിലാണ് പരിശുദ്ധാത്മാവ് അവിടേക്ക് എൻ്റെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുപോയതും അധികം വെളിച്ചം എൻ്റെ മനസ്സിലേക്ക് വീശിയതും. സ്തോത്രം. അതിനെ സംബന്ധിച്ച് ഞാൻ ചില പുസ്തകങ്ങളും ചില ലേഖനങ്ങളും ഒക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ, ജെ.സി. റൈൽ ബൈബിളും ഒക്കെ നമുക്ക് ലഭ്യമാണല്ലോ. ജെ.സി. റൈൽ പറയുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പലരെ കുറിച്ച് പറഞ്ഞു. അതിൽ റോബർട്ട് ട്രെയിൽ എന്ന് പറയുന്ന സ്കോട്ട്ലൻഡുകാരനായ ഒരു ദൈവമനുഷ്യൻ,
അദ്ദേഹം ഈ യോഹന്നാൻ 17:24 ആസ്പദമാക്കിക്കൊണ്ട് 16 പ്രസംഗങ്ങൾ 16 സെർമൺസ് നടത്തിയെന്ന ഈ 24 വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട്. So J.C. Ryle says Robert Traill from Scotland had made 16 separate sermons based on John 17:24. അവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ മഹാപുരോഹിത പ്രാർത്ഥന. എന്നാൽ തുടർമാനമായിട്ട് അങ്ങനെ എടുക്കുവാൻ മറ്റൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിലും ഞാനത് പെൻഡിങ് വെച്ചിരിക്കുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയമാണ്. മിക്കവാറും ഞങ്ങളുടെ ചർച്ചിൽ പറയും ഇതിനെക്കുറിച്ച് നമുക്കിനി പഠിക്കാനുണ്ട്, ഒരിക്കലാകാമെന്ന്. അതുകൊണ്ട് ഞാൻ പറയാനെടുക്കുമ്പോഴേ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയാറുണ്ട്. എന്ത് ചെയ്യാം, സമയം നമുക്ക് വളരെ പരിമിതമാണ്. ലോക്കൽ സഭകളിലായാലും ചില സഭകളിലൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് അടുത്തടുത്തൊക്കെ ആയിരുന്നു വിശ്വാസികൾ. അതുകൊണ്ട് അവരൊരുമിച്ച് വിളിക്കുമ്പോഴൊക്കെ കൂടും, ഉപവാസ പ്രാർത്ഥന വെച്ചാലും കൂടും. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അല്ല എന്നതുകൊണ്ട് അതിന് പരിമിതികൾ എൻ്റെ ലോക്കൽ സഭയിലുമുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ലോർഡ്സ് പ്രേയർ ഫൗണ്ട് ഇൻ ജോൺ 17. യോഹന്നാൻ 17 നമ്മൾ കാണുന്ന കർത്താവിൻ്റെ പ്രാർത്ഥന, റാദർ ദ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. അതിലെ ഒരു വിഷയമാണ് 24ഉം 26ഉം വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ച 2 വിഷയങ്ങൾ. അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ അതിനോട് ചേർത്ത് ചിന്തിക്കുന്ന, അപ്പം ഒടുവിൽ ഇന്നും കൂടെ പറയുന്നതും കൂടെ ചേർത്ത് വെച്ച് 3ഉം കൂടെ ഒരുമിച്ച് പറയാം. നിത്യതയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞത് 2-ലധികം നില ചിന്തിച്ചു. അതിൽ ഏറ്റവും ഒടുവിലത്തെ 2 യോഹന്നാൻ 17:24, 26 വാക്യങ്ങൾ. അവിടെ നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തെ കാണും. അതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തെ നാം ആസ്വദിക്കും. J.C. Ryle തന്നെ പറയുന്ന ഒരു കാര്യമാണ്, behold that they may behold my glory. എൻ്റെ മഹത്വം അവർ കാണേണ്ടതിന്. അതിന് അദ്ദേഹം പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലുക്കിംഗ് ഓൺ ആസ് സ്പെക്ടേറ്റേഴ്സ്. കാഴ്ചക്കാരായി ആ മഹത്വം ഒന്ന് നോക്കുകയല്ല, ഒന്ന് കാണുകയല്ല. സ്തോത്രം. It includes participation. Sharing and common enjoyment. സ്തോത്രം. എൻ്റെ മഹത്വം അവർ കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് നോക്കുക എന്നല്ല, കാഴ്ചക്കാരാവുക എന്നല്ല, പകരം അതിൽ പങ്കാളികളാവുക എന്നതാണ്. സ്തോത്രം. അതിൽ പങ്കാളികളായി തീരുക. സ്തോത്രം. അതിൽ നാമും ഏറെ സന്തോഷിക്കുക. സ്തോത്രം. ഏറെ സന്തോഷിക്കുക. പ്ലീസ് ടേൺ ടു Romans 5:2. റോമർ 5:2 വാക്യം ഒന്ന് വായിച്ചോളൂ. Through whom we have gained access by faith into this grace in which we now stand, and we rejoice in the hope of the glory of God. We rejoice in the hope of the glory of God. We rejoice in the hope of the glory of God.
ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം ഇന്ന് പ്രശംസിക്കുന്നു അഥവാ സന്തോഷിക്കുന്നു. ടുഡേ we rejoice in the hope of the glory of God. Then we will rejoice in partaking in the very glory of God. Now in the hope, then in partaking, participating, sharing the very glory of God. ഇന്ന് നമ്മൾ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിലാണ് പ്രശംസിക്കുന്നത്. പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നർത്ഥം. അമിതമായ ആഹ്ലാദചിത്തരാവുക എന്നർത്ഥം. ഇന്ന് നാം സന്തോഷിക്കുന്നത് നമുക്ക് ദൈവ തേജസ് ലഭിക്കും എന്ന പ്രത്യാശയിലാണ്. നമ്മൾ ആ തേജസ് കാണും എന്ന പ്രത്യാശയിലാണ് നാം ഇന്ന് സന്തോഷിക്കുന്നത്. എന്നാൽ നമ്മൾ അന്ന് സന്തോഷിക്കാൻ പോകുന്നതോ പ്രത്യാശ പൂർണ്ണമാവുക അവിടെ. പിന്നെ പ്രത്യാശയല്ല, അക്ഷരീകമായി ആ തേജസ് നമ്മൾ കാണുന്നതിലും അതിൽ നമുക്ക് ലഭിക്കുന്ന ഭാഗപാക്കിലുമാണ്. നാം അതിൻ്റെ ഭാഗങ്ങളാകാൻ പോവുകയാണ്. നമുക്കതിൽ പങ്കാളിത്വം ലഭിക്കുകയാണ്. സ്തോത്രം. നമ്മളും അതിൽ ഇഴുകിച്ചേരുകയാണ്. അതാണ് എൻ്റെ മഹത്വം അവർ കാണണം എന്ന് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. മറ്റത് ത്രിയേക ദൈവത്തിൻ്റെ ആ സ്നേഹക്കൂട്ടായ്മ. നമ്മൾ എന്ന് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും വല്ലരുമൊക്കെ പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 35 മുതൽക്കുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. അതിലെ ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മുപ്പത്തിയഞ്ചാം വാക്യം വായിക്കാം ആദ്യം. 8:35. 8:35. Who shall separate us from the love of Christ? Shall trouble or hardship or persecution? Enough. Now last verse. അവസാനത്തെ വാക്യം. Neither height nor depth, nor anything else in all creation will be able to separate us from the love of God that is in Christ Jesus our Lord. Love of God in Christ Jesus our Lord. Love of God in Christ Jesus. നമ്മൾ ഇന്നലെ യോഹന്നാൻ 17:26 വായിച്ചായിരുന്നു. നീ എന്നെ സ്നേഹിച്ച സ്നേഹം അവരിലാകുവാൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നിത്യമായ ഒരു സ്നേഹബന്ധത്തിലാണ്. സ്തോത്രം. നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും ഉള്ളതുപോലെ ഒരിടത്ത് താമസിക്കുന്നു, എന്നാലും വലിയ മിണ്ടാട്ടമൊന്നുമില്ല. ഒരുമിച്ച് താമസിക്കുന്നത് വലിയ സന്തോഷപരമായ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. റൂഫസിന്റെ സ്കൂളിൽ പഠിക്കുന്ന, എനിക്ക് തോന്നുന്നു അവൻ്റെ ക്ലാസ്സിലേതാണോ എന്നെനിക്ക് അറിയില്ല, 11th തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് എൻ്റെ അറിവ്. ഒരു പെൺകുട്ടിയാണെന്നാണ് എൻ്റെ അറിവ്. സ്കൂളിൽ ടീച്ചറിനോടൊക്കെ
കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, വീട്ടിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. വീട്ടിലുള്ള ആളുണ്ട്, അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി അവരുടെ ഒന്നും പക്കൽ സമയമില്ല എന്നോടൊന്ന് സംസാരിക്കാനോ. പല വീടുകളിലും അങ്ങനെയാണല്ലോ. അതുകൊണ്ടല്ലേ ഭാവനയിലൊക്കെ ആരെഴുതിയിരിക്കുന്നത്, ഇഫ് ഐ വെയർ എ സെൽ ഫോൺ, ഞാനൊരു മൊബൈൽ ഫോൺ ആയിരുന്നെങ്കിൽ എന്ന്. അപ്പം പല വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാ. ഭർത്താവ് പലപ്പോഴും ഓഫീസിൽ നിന്ന് വരുന്നത് 2 ഫോൺ ചെവിയിൽ വെച്ചോണ്ടാ. കൊണ്ടുവന്നിട്ട് ബാഗൊക്കെ ഒരു പരുവത്തിന് ഇങ്ങനെ കൈപോലെ എടുക്കാൻ 2 കൈയിലും ഫോൺ ഇരിക്കല്ലേ, പിന്നെ എങ്ങനെയോ ഒരു പരുവത്തിനൊക്കെ ബാഗൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അവിടെ തന്നെ അങ്ങ് വീഴും. പിന്നെ വയ്യ, പിന്നെയും ഇത് തന്നെ തുടരുക. ഇതുപോലെ ഒരു കുടുംബമല്ല ദൈവത്തിൻ്റെ ത്രിയേക കൂട്ടായ്മ. ഞാനതുകൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഫാമിലി ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ് the Holy Trinity, the Trinitarian harmonious loving fellowship. ഭാര്യാഭർത്തൃബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു കാരണം ത്രിയേക ദൈവത്തിൻ്റെ ആളത്വത്തെ വെളിപ്പെടുത്തുന്ന, പ്രകടീകരിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് കുടുംബം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏത് സ്നേഹ കൂട്ടായ്മയിൽ കഴിയുന്നുവോ ആ സ്നേഹക്കൂട്ടായ്മയുടെ പ്രതിബിംബമാണ്, പ്രതീകമാണ്, പ്രതിരൂപമാണ് ആയിരിക്കണം കുടുംബം. അപ്പം നമ്മൾ ആ ഒരു കൂട്ടായ്മയാ കാണുന്നത്. ഭയങ്കര ആനന്ദമായിരിക്കും അത് കേട്ടോ. പക്ഷേ അതിലും നമ്മൾ സ്പെക്ടേറ്റേഴ്സ്, കാഴ്ചക്കാരായി മാറി നിൽക്കുകയായിരിക്കത്തില്ല. കണ്ടോ കണ്ടോ, it was pleased unto the triune God to include his own handmaids, creations, you and me, into that harmonious loving fellowship. Praise God. സ്തോത്രം. നമ്മുടെ മുമ്പിൽ വെച്ച് ത്രിയേക ദൈവം അവരിങ്ങനെ രസിച്ച് സന്തോഷിച്ച് കൂട്ടായ്മ ആചരിച്ച് നമ്മളെ കൊതിപ്പിച്ചിരിക്കുകയായിരിക്കില്ല. സ്തോത്രം. പകരം ആ ത്രിയേക ദൈവിക കൂട്ടായ്മയുടെ രമ്യതയിലേക്ക്, അതിൻ്റെ ആ ഹർമ്മ്യത്തിലേക്ക് നമ്മെയും കൂടെ കർത്താവ് പങ്കാളികളാക്കുകയായിരിക്കും. സ്തോത്രം. അതിന് ദൈവം നമ്മിൽ പ്രസാദിച്ചു. ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു നമ്മുടേത്. പക്ഷെ ദൈവത്തിന് ആ സ്നേഹക്കൂട്ടായ്മ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ, ഒന്ന് വിപുലീകരിക്കുവാൻ പ്രസാദമായി എന്നുള്ളതാ. അതിൽ വെറും മൺപാത്രങ്ങളായ, വെറും ദൈവത്തിൻ്റെ കരവിരുതുകളായ നമ്മെയും പങ്കാളികളാക്കാനായി ദൈവം പ്രസാദിച്ചു. സ്തോത്രം. അതാണ് നാം നിത്യതയിൽ ആസ്വദിക്കാൻ പോകുന്ന ത്രിയേക ദൈവത്തിൻ്റെ ആ സ്നേഹബന്ധം, ആ സ്നേഹക്കൂട്ടായ്മ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ വിശദീകരണങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ? സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ
ഇതിനോട് തന്നെ ചേർന്ന് നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ചിന്തിക്കാം. ഇതിനോടകം നമ്മൾ ചിന്തിച്ചതല്ല ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? 1 മുതൽക്കുള്ളത് എനിക്കും കൂടെ ഒന്ന് ഓർത്തെടുക്കാൻ ഉപകാരമാകും. 1, Acknowledging the depth of the love of God for us. ഓക്കെ. 2, Learning and tasting of the love of God. റൈറ്റ്. We'll be celebrating the very sacrifice of Jesus Christ on the cross in eternity. ആമേൻ. 4, എല്ലാം കൂടെ ഒരു 10,000-12,000 രൂപ ആവും. അങ്ങനെ ഒരു വഴി തുറക്കുന്നു നോക്കാം. Sins unto the Lord. sing unto the Lord. അടുത്തത് കർത്താവിന് നമ്മൾ പാട്ടുപാടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തെ കുറിച്ചുള്ള വെളിപ്പാടും ആസ്വാദനവും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആ കർത്താവിനെ ആരാധിക്കും. കൂട്ടായ്മയുടെ കണ്ടുമുട്ടലിന്റെ സ്ഥലം. Heaven will be a place of fellowship. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് കൊടുത്ത മഹത്വം നാം കാണും. ഒടുവിലായി നമ്മൾ ചിന്തിച്ചതായിരുന്നു ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ഈ കാര്യങ്ങളോട് ചേർന്ന് തന്നെ ഉള്ളതാണ് അടുത്തത്. 24-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം നമുക്ക്. 17-24 യോഹന്നാൻ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. അവിടെയുമുണ്ട് സ്നേഹത്തിന്റെ വിഷയം. ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എനിക്ക് തന്നിട്ടുള്ള സ്നേഹം, നീ എന്നെ സ്നേഹിച്ച സ്നേഹം. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞു. ഒടുവിൽ പറഞ്ഞ കേട്ടോ, അതിന് എന്ത് ചെയ്യണമെന്നാ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം. സ്തോത്രം. ഞാൻ ഇന്ന് അതേ സംബന്ധിച്ച് വായിച്ച ഒരു ഭാഗത്ത് കണ്ടത്, I will. That means a strong wish Jesus is presenting before the Father in prayer for his people, his disciples. ഞാൻ ഇച്ഛിക്കുന്നു, അല്ലേ? ഞാൻ ഇച്ഛിക്കുന്നു പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ തൻ്റെ അരുമ ശിഷ്യരായ നമുക്ക് വേണ്ടി ക്രിസ്തു തൻ്റെ ഇച്ഛ, തൻ്റെ ഹിതം എന്തെന്ന് അറിയിക്കുക. അതേ സംബന്ധിച്ച് ഒരു ഭക്തൻ പറഞ്ഞത്, when we compare between two prayers Jesus did, യേശു ചെയ്ത 2 പ്രാർത്ഥനകളെ നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമുക്കിവിടെ താരതമ്യം ചെയ്യാവുന്ന 2 പ്രാർത്ഥനകൾ, യേശുവിന്റെ പ്രാർത്ഥനകൾ. ഹൈ പ്രീസ്റ്റ് പ്രാർത്ഥനയും ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അല്ല, ഒന്ന് ശരിയാ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇച്ഛിക്കുന്നു, I will. ഒന്ന് ഗെതസമനയിലെ പ്രാർത്ഥന, ഒന്ന് ഈ പ്രാർത്ഥന. ഒന്ന് തനിക്കായിട്ട് തന്നെയുള്ള പ്രാർത്ഥന, ഒന്ന് നമുക്കായിട്ടുള്ള പ്രാർത്ഥന.
If we compare these two prayers Jesus made, one in Gethsemane, one here, one for himself in the Garden of Gethsemane just before his arrest, and one here soon after the Last Supper. This prayer was made for you and me. See, what was his will? I think it was J.C. Ryle himself. He said, in the Garden of Gethsemane, by his will, he chose hell for him. By his will, he chose heaven for you and me. ഗെഥസമനയിലെ പ്രാർത്ഥനയിൽ യേശു എന്താ പ്രാർത്ഥിച്ചത്? എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ, നീ ഇച്ഛിക്കും പോലെ. അങ്ങനെ ഗെഥസമനയിൽ യേശു തനിക്കായിട്ട് തന്നെ എന്താ തിരഞ്ഞെടുത്തത്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നരകം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ഗെഥസമനയിൽ പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തത്, തനിക്കായിട്ട് തന്നെ തിരഞ്ഞെടുത്തത് നരകമായിരുന്നു. യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടതകൾ അനുഭവിച്ചപ്പോൾ, യഥാർത്ഥത്തിൽ എന്തുവാ യേശു അനുഭവിച്ചത്? പാപത്തിന്റെ ശിക്ഷയല്ലേ? പാപം നിമിത്തം നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന നിത്യശിക്ഷാവിധി അല്ലേ യേശു അനുഭവിച്ചത്? നാം പാപം നിമിത്തം എന്തിനായിരുന്നു അർഹർ? നരകശിക്ഷയ്ക്കല്ലേ? യേശു അതുകൊണ്ട് നരകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന സകലവുമാണ് അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ പദങ്ങൾ, ആശയം തെറ്റല്ല. യേശു ആഗ്രഹിച്ചു ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഒന്ന് നീങ്ങിപ്പോകണം. പക്ഷെ ഉടൻ തന്നെ കർത്താവ് പറഞ്ഞു, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല. അവിടെ യേശു സ്വന്തം ഇഷ്ടപ്രകാരം തനിക്കു വേണ്ടി നരകത്തിന്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്തു. നരകശിക്ഷ മുഴുവനും ഏറ്റെടുത്തു. എന്നാൽ അതേ ക്രിസ്തു യോഹന്നാൻ 17 നമുക്കായി പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പറയുകയാണ്, ഞാൻ ഇച്ഛിക്കുന്നു. എന്താ ഞാൻ ഇച്ഛിക്കുന്നത്? നീ എനിക്ക് തന്നിട്ടുള്ളവർ അങ്ങ് അവിടെ തിരുസന്നിധിയിൽ എന്നോട് കൂടെ ഇരിക്കണമെന്ന്. സ്തോത്രം, എന്നോട് കൂടെ. അതുകൊണ്ടാണ് ആ ഭക്തൻ ആ പരുവത്തിൽ പറഞ്ഞത്. സ്തോത്രം. ഞാൻ ഇച്ഛിക്കുന്നു. ഐ വിൽ. ദാറ്റ് മീൻസ് strongly I wish. Without compromise, I desire. I long. I choose that these people whom you have given me should be with me in eternity. In my infinite glory, they may be with me. എൻ്റെ അനന്തമായ മഹത്വത്തിൽ അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. അതിന് ചോയ്സ് കൊടുത്തില്ല. അതിന് മറ്റൊരു
എന്തോ ഐച്ഛികത നൽകിയില്ല. കർത്താവ് പിതാവിനോട് കണിശമായി, കൃത്യമായി, നിർബന്ധമായി പറയുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്നോട് കൂടെ ഇരിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിത്യതയിൽ ചെയ്യാൻ പോകുന്ന, നമ്മൾ അവിടെ ചെയ്യുന്ന 10ാമത്തെ കാര്യം അല്ലേ, 10ാമത്തെ കാര്യം, സ്തോത്രം, എന്താണ്? കർത്താവിനോട് കൂടെയിരിക്കും. ദാറ്റ് മീൻസ് വി വിൽ എൻജോയ് ഹിസ് ഇന്റിമേറ്റ് ക്ലോസസ്റ്റ് പ്രസൻസ്. സ്തോത്രം. കർത്താവിൻ്റെ ഏറ്റവും അടുത്ത സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. കർത്താവിൻ്റെ ഏറ്റവും അടുത്ത, ഏറെ ഹൃദ്യമായ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. സ്തോത്രം. നിത്യതയിലെ വലിയ ഒരു സംഭവമാണത്. സ്തോത്രം. 14:3 കൂടെ വായിക്കാൻ നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ കൂടെ. 14:3. And if I go and prepare a place for you, I will come back and take you to be with me, that you also may be where I am. You also may be where I am. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. സ്തോത്രം. മറ്റൊരു സ്ഥലത്തല്ല. നമ്മൾ അതുകൊണ്ടാ നമ്മുടെ കർത്താവിൻ്റെ വരവുമായി, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സ്ലോഗൻ നമ്മൾ ചൊല്ലുമ്പോൾ പാടാറുള്ളത്. സ്തോത്രം. ടു ബി വിത്ത് ക്രൈസ്റ്റ്. പ്രൈസ് ഗാഡ്. Be with Christ where I am, where he is. സ്തോത്രം. യോഹന്നാൻ 12:26 കൂടെ. 12:26 John. Whoever serves me must follow me, and where I am, my servant will also be. Where I am, my servant also be. സ്തോത്രം. Praise God. ഇതിനെക്കുറിച്ചും ഞാൻ മുമ്പേ പറഞ്ഞ റോബർട്ട് റെയിലും ജെ.സി. റൈലും പറയുന്ന ചില കാര്യങ്ങൾ. സ്തോത്രം. റോബർട്ട് റെയിൽ പറയുന്നു, heaven consists in the perfect immediate presence of Christ. Heaven consists in the perfect immediate presence of Christ. സ്വർഗം എന്നത് ക്രിസ്തുവിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന, അടുത്തറിയാൻ പറ്റുന്ന സാന്നിധ്യത്തിൻ്റെ നിറവാണ്. സാന്നിധ്യത്തിൻ്റെ നിറവാണ്. Perfect presence is when all on both sides is present. അദ്ദേഹം ഇവിടെ പെർഫെക്റ്റ് പ്രസൻസ്, പരിപൂർണമായ സാന്നിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാഗത്ത് നിന്നും ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് നിന്നും ഉള്ളതെല്ലാം പൂർണ്ണമായി കാണപ്പെടുന്ന ഇടം എന്ന അർത്ഥത്തിലാണ്. മനസ്സിലായോ? പെർഫെക്റ്റ് പ്രസൻസ് ഈസ് വെൻ ഓൾ ഓൺ ബോത്ത് സൈഡ്സ് ഈസ് പ്രസന്റ്. ദാറ്റ് മീൻസ് ഓൾ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഓൾ ഓഫ് ദ ക്രിസ്ത്യൻ. ക്രിസ്തുവിൻ്റെതും ക്രിസ്ത്യാനിയുടേതും, ക്രിസ്തുവിൻ്റെതും നമ്മുടേതുമായ എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ കാണപ്പെടുന്ന, ഉണ്ടായിരിക്കുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് ഈ ട്രെയിൽ ഇതിനെ പെർഫെക്റ്റ് പ്രസൻസ്, സ്വർഗത്തെ
കർത്താവിൻ്റെ സമ്പൂർണമായ സാന്നിധ്യത്തിന്റെ സ്ഥലമെന്ന് വിളിക്കുന്നത്. ബട്ട് നൗ, ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നു, ബട്ട് നൗ ഓൾ ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് വിത്ത് us and all of us ഈസ് നോട്ട് വിത്ത് ഹിം. ഇപ്പോഴാണെങ്കിൽ കർത്താവിൻ്റെത് എല്ലാം പൂർണ്ണമായി നമ്മുടെ അടുക്കലുമില്ല, നമ്മുടേതെല്ലാം പൂർണ്ണമായി ദൈവത്തിനും കൊടുത്തിട്ടില്ല, ക്രിസ്തുവിനും ലഭിച്ചിട്ടില്ല. On his part, we have his spirit, his word and his grace now. ഇപ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെതായിട്ട് ഉള്ളത് കർത്താവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ വചനം, നമ്മുടെ കർത്താവിൻ്റെ കൃപ, ഇതൊക്കെ നമുക്കുണ്ട്. പൂർണ്ണമായും ക്രിസ്തു നമ്മുടെ കയ്യിൽ, നമ്മുടെ അരികത്ത് ഇപ്പോഴില്ല. ഇപ്പൊ നമുക്കുള്ളത് എന്തേ ഉള്ളൂ? കർത്താവിൻ്റെ ആത്മാവും വചനവും കൃപയും മാത്രം. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത്, 6-7 വാക്യങ്ങളിൽ എന്താ പറയുന്നത്? ഞങ്ങൾ ക്രിസ്തുവിനോട് അകന്നിരിക്കുന്നു എന്ന്. സ്തോത്രം. ഞങ്ങൾ ഇവിടെ ഭൂമിയിൽ ആയിരിക്കുമ്പോഴൊക്കെ ശരീരം കൊണ്ട് കർത്താവിനോട് അകന്നിരിക്കുന്നു. We have not the fullness of Christ now. ഇപ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ പൂർണ്ണത ഇവിടെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. So he says, on his part we have Christ's spirit, word and grace. On our part there is present with him our hearts and the working of our faith and love and desire towards him. From our part, Christ getting our hearts, working of faith and love and desire for him, desire towards him. നമ്മുടേതായിട്ട്, അല്ലെ നമ്മുടെ ഭാഗത്തു നിന്നും കർത്താവിന് ഇപ്പൊ കിട്ടുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? നമ്മുടെ ഹൃദയവും വിശ്വാസത്തിന്റെ ശുശ്രൂഷയും, അല്ലെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും, കർത്താവിനോടുള്ള അല്പസ്നേഹവും, കർത്താവിന് വേണ്ടിയുള്ള ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉള്ളൂ. ബാക്കി നമ്മുടേതും പൂർണ്ണമായിട്ടും കർത്താവിന് കിട്ടുന്നില്ല. സ്തോത്രം. ബട്ട് this presence is imperfect and mixed with such distance and absence. ഇപ്പോൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ്, അപൂർണമായ ഒരു സാന്നിധ്യ, പൂർണ്ണമായ സാന്നിധ്യമല്ല. നമ്മളിപ്പോൾ പറയും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇത് പൂർണ്ണ സാന്നിധ്യം അല്ല. സ്തോത്രം. ഇപ്പോഴും അക്ഷരികമായി നമ്മൾ കർത്താവിൽ നിന്നും അകന്നാണ് കഴിയുന്നത്. ആബ്സെൻസ് ആൻഡ് ഡിസ്റ്റൻസ്, ദൂരവും അകലവും ഒക്കെ ഉണ്ട്. സ്തോത്രം. ഒക്കെ ഉണ്ട്. എന്നാൽ അന്നോ, സ്തോത്രം, നമുക്ക് കർത്താവിനോട് കൂടെ അവൻ ഇരിക്കുന്ന ഇടത്ത് ഒട്ടും അകലമില്ലാതെ, സ്തോത്രം, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചും ട്രെയിൽ പറയുന്നത്, സ്തോത്രം, ക്രിസ്ത്യൻസ് behold the amazing difference betwixt Christ's way of praying against his own hell, മുമ്പ് ഞാൻ പറഞ്ഞ കാര്യ, സ്തോത്രം, and for our heaven. എന്നിട്ട് പറയുന്നു, this intimacy, it is not about a place. Christ prayed that I will, they may be with
me, എന്നോട് കൂടെ അവർ ഇരിക്കണം എന്ന് പറഞ്ഞത്, എന്നോട് കൂടെ അവർ ഇരിക്കണം എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചല്ല? സ്ഥലത്തെ കുറിച്ചല്ല, സാന്നിധ്യത്തെ കുറിച്ചാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ പ്ലേസ്, ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ദ വെരി പ്രസൻസ്. സ്തോത്രം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് കർത്താവിനോട് കൂടെ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. കർത്താവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവം, കർത്താവ് ഇരിക്കുന്ന ഇടത്തിരിക്കുന്ന അനുഭവം, നമ്മൾ തമ്മിൽ ഒരിക്കലും, കർത്താവും നാമം തമ്മിൽ ഒരിക്കലും വേർപെടാത്ത, സ്തോത്രം, അനുഭവം, അവസ്ഥ. സ്തോത്രം. നിത്യതയിലെ നമ്മുടെ അനുഭവമാണിത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഏറ്റവും അധികം നമ്മളെ സ്നേഹിച്ചതും സ്നേഹിക്കുന്നതുമായ വ്യക്തിയോടു കൂടെ, ഏറ്റവും കൂടുതൽ നമ്മളെ ആഗ്രഹിച്ച ഒരു ആളത്വത്തോടു കൂടെ സമയം ചിലവഴിക്കുക എന്നത് എത്ര ശ്രേഷ്ഠകരമാണ്. സ്തോത്രം. എനിക്കത് ഭാവന കാണാൻ, ചിന്തിച്ച് ഒരു തീർപ്പിലേക്ക് എത്താൻ കഴിയുന്നില്ല. എൻ്റെ ബുദ്ധി അത്രയും വികസിച്ചിട്ടില്ല, എൻ്റെ ഭാവന അത്രയും വലുതായിട്ടില്ല. മിക്കപ്പോഴും ഞാൻ പറയുന്നത് പോലെ ആവർത്തിക്കട്ടെ, ക്ഷമിച്ചാലും ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു സഫോക്കേഷൻ, എനിക്കൊരു ശ്വാസം മുട്ടൽ. കാരണം അകത്തിരിക്കുന്നത് പോലും മൊത്തം പറഞ്ഞ് നിങ്ങളോളം എത്തിക്കാൻ കഴിയാത്ത ഒരു വിമ്മിഷ്ടം എനിക്ക് അകത്ത് തോന്നുന്നു. I feel a suffocation when I speak of these things, that I am unable to express myself fully. I am a failure in expressing these things and transmitting them in their fullness to you. I'm sorry. എനിക്ക് എൻ്റെ അകത്ത് ബോധമുള്ളത് പോലും എല്ലാം നിങ്ങളോട് പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് സാധിക്കാത്തതിലാണ് ഈ ശ്വാസം മുട്ടൽ. സ്തോത്രം. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കാനായി എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്തോത്രം. ഞങ്ങള് മണക്കാലയിൽ പഠിക്കുന്ന സമയത്ത് മണക്കാലയിലെ പാസ്റ്ററും മണക്കാല ചർച്ചിന്റെ പാസ്റ്ററും ഞങ്ങളുടെ പഴയ ഡീൻ സാറുമായിരുന്ന, സ്റ്റുഡൻസ് എല്ലാവരും പപ്പ പപ്പ എന്ന് വിളിക്കുന്ന കേതാനദാസൻ പാസ്റ്റർ P.G. ജേക്കബ്, തങ്കച്ചായൻ എന്ന് മറ്റുള്ളവരൊക്കെ വിളിക്കും. അദ്ദേഹം മിക്കപ്പോഴും ഈ കൊച്ചു കൊച്ചു നുറുങ്ങുകൾ പറയുമായിരുന്നു. അങ്ങനെ പറയുന്നത് ഒരു കാര്യമായിരുന്നു. അദ്ദേഹം പറയുന്നത്, ചില വീടുകളിലൊക്കെ ചെന്നാൽ നമുക്ക് ഭക്ഷണമൊക്കെ തന്നാൽ ഭയങ്കര ആഡംബരത്തോടുകൂടിയ ഒത്തിരി വിഭവങ്ങളൊക്കെ കാണും. എല്ലാം കൂടെ കൊണ്ടുവന്ന് മേശപ്പുറത്തോട്ട് വെക്കും. വേണ്ടതൊക്കെ എടുത്ത് കഴിക്കാൻ പറയും. എന്നാൽ വേറെ ചിലയിടത്ത് ചെല്ലുകയാണെങ്കിൽ ചിലപ്പം റേഷനരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയും മുളകുടച്ച ചമ്മന്തിയെ കാണത്തുള്ളൂ. പക്ഷേ അടുത്ത് നിന്ന് ഇച്ചിരൂടെ കഴിക്കേ, ഇച്ചിരൂടെ തരട്ടെ എന്നും പറഞ്ഞിങ്ങനെ വിളമ്പിത്തരും. ഇനി ഉപ്പ് പോലെ ഇല്ലെങ്കിലും ആ റേഷനരിയുടെ കഞ്ഞി, ആ പച്ചരിക്കഞ്ഞി
ആ സ്നേഹത്തോടെ തരുമ്പം അത് കുടിക്കാനാ ഒരു സുഖം, അതിനാണ് രുചി. അദ്ദേഹം രണ്ട് സമീപനങ്ങളെ കുറിച്ച് പറയുന്നതാ. ആരും തെറ്റിദ്ധരിക്കരുത്. ഒത്തിരി വിഭവങ്ങളൊക്കെ എല്ലാം ടേബിളെ കൊണ്ടുവച്ചിട്ട് എടുത്ത് കഴിച്ചോണമെന്ന് പറയുന്നത് സ്നേഹമില്ലെന്നൊന്നും ധരിക്കരുത്. എന്നാൽ അദ്ദേഹം പ്രത്യേകിച്ച് ആ കാലത്തെ സംബന്ധിച്ച ഒരു കാര്യം പറഞ്ഞത്, നമുക്കങ്ങനെയാണല്ലോ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് കൂടെ താമസിക്കാനും അവരുടെ അടുക്കൽ പോകാനും അവരുമായി സമയം ചിലവഴിക്കാനും ഒക്കെയല്ലേ നമുക്ക് താല്പര്യമുള്ളത്. സ്തോത്രം. ഈവൻ നമ്മളൊക്കെ ബന്ധുവീടുകൾ, നമ്മുടെ റിലേറ്റീവ്സിന്റെ വീടുകളിൽ പോകുമ്പോഴായാലും നമ്മുടെ മക്കളെ കൊണ്ട് പോകാനിരിക്കട്ടെ, അവർ ചോദിക്കും എവിടെ പോകാനാണ്, ഇന്നടത്ത. അവിടെ അന്ന് ഞാൻ വരുന്നില്ല, പപ്പയും മമ്മിയും കൂടെ പോകാൻ പറയും. എന്നാൽ ചിലയിടത്ത് വിളിച്ചില്ലേലും പറയും ഞാനും കൂടെ വരിക. പിള്ളേർക്കൊരു സ്വീകൃതി കിട്ടുന്ന, അവർക്ക് സ്നേഹം കിട്ടുന്നിടത്ത് പോകാൻ അവർ ആഗ്രഹിക്കും. നമ്മൾ ഈ കൂടെ ഇരിക്കാൻ പോകുന്ന ആള് ആരാ? നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച കർത്താവാ. സ്തോത്രം. നമ്മെ കൊണ്ട് കർത്താവിന് ഒരു ആവശ്യവും ഇല്ലാതിരുന്നിട്ടും, ഒരു ആവശ്യവും കർത്താവിന് നമ്മളെ കൊണ്ട് ഇല്ലായിരുന്നു, എന്നിട്ടും നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനോട് കൂടെ നിത്യത ചിലവഴിക്കുക എന്ന് പറയുന്നത് എത്ര സന്തോഷകരമാ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ലോക്കൽ സഭയുടെ ഉപദേശിയാണല്ലോ. ഇപ്പം എനിക്ക് കർത്താവ് തന്ന കുഞ്ഞുങ്ങള് തീരെ കുഞ്ഞായിരിക്കുമ്പം ഞാൻ സഭായോഗം നടത്താൻ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവര് എൻ്റെ അടുക്കൽ വന്ന് നിൽക്കാനും എൻ്റെ കൂടെ ഇരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. സഭായോഗ സമയത്ത് എൻ്റെ അടുത്ത് പിള്ളേർ വരാൻ സമ്മതിക്കത്തില്ല. ചില സമയത്തൊക്കെ പിന്നെ ഇച്ചിരൂടൊക്കെ വളർന്നു കഴിഞ്ഞപ്പം ഇവർ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അവിടെ ചില സമയത്തൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ ഞാൻ മുമ്പിൽ പോയിട്ട് വിശ്വാസികൾ ഇരിക്കുന്നിടത്തിരിക്കും. മിക്കവാറും കുട്ടികളുടെ ഇടയിലായിരിക്കും ഞാൻ ആ സമയത്ത് ഇരിക്കുക. ഞാൻ അങ്ങനെ ഇരിക്കാം. ഗസ്റ്റുകളുള്ള സമയത്ത് കുഞ്ഞുങ്ങള് എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് മക്കള് കണ്ണ് കാണിക്കും, ഞാനിവിടെ വരട്ടെ. ഓ വന്നോളാൻ പറയും. ഇപ്പൊ ഞാൻ ഫ്രണ്ടിലല്ല ഇരിക്കുന്നത്, അത് പാസ്റ്റേഴ്സിന്റെ നിരയിലല്ല, വെളിയിൽ ദൈവമക്കൾ ഇരിക്കുന്നിടത്താ. അപ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങൾ ഓടി വരും, എൻ്റെ അടുത്തിരിക്കും. അടുത്തിരിക്കുക മാത്രമല്ല, എൻ്റെ മടിയിലോട്ട് അവരുടെ കൈയൊക്കെ വെച്ച്, ഒന്നുമില്ലെങ്കിൽ അവരുടെ കയ്യിലെ ആ കുഞ്ഞു വിരലെങ്കിലും എന്നെ സ്പർശിച്ചിരിക്കത്തക്കതുപോലെ അവർ വയ്ക്കും. ആ സ്പർശനം, സംസാരിക്കുന്നൊന്നുമില്ല, ഞാൻ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. ഇപ്പൊ ഇവരോട് സംസാരിക്കാൻ, ഇവരെ കളിപ്പിക്കാനൊന്നും എനിക്ക് അവസരമില്ല. പക്ഷെ ആ ഒരു സ്പർശം, അവര് പപ്പാടെ അടുത്ത് വന്നിരിക്കുന്നത് ഭയങ്കര ആസ്വാദ്യകരാ. ഇപ്പോഴും ഏതാണ്ടൊക്കെ അങ്ങനെയാ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും സ്നേഹവും ഒക്കെ ഇത്ര വർഷം കൊണ്ടേ ഉള്ളൂ. ചിലപ്പോ ഒന്ന് മുഖം വീർപ്പിച്ച് കാണിച്ചാൽ അതും അല്പം കുറഞ്ഞെന്നിരിക്കും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നിന്നില്ലെങ്കിൽ എനിക്ക് അവരോടുള്ള സ്നേഹമൊക്കെയും അല്പം ഇഷ്ടമൊക്കെ കുറഞ്ഞെന്ന് വരാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും ആകായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയും നമ്മിൽ അരുതായ്മകൾ കുന്നുകൂടുമ്പോഴും നമ്മോട് അനിഷ്ടവും നീരസവും കാണിക്കാതെ അപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനോട് അടുത്ത്
ഒപ്പമുള്ള ആ വാസം, ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിലും തന്നില്ലെങ്കിലും ആ ഒട്ടിയുള്ള ഇരിപ്പ്, സ്തോത്രം, ആ മഹത്വവാനായ കർത്താവിനെ നേരെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള, സ്തോത്രം, ആ ഒരു വാസം, അതെത്ര ശ്രേഷ്ഠകരമാ, അതെത്ര ആനന്ദകരമാ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ചിലപ്പോൾ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ചിലര്, നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ അവർ നമ്മളെ ഇങ്ങനെ കണ്ണുപറിയാതെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചിലർ നമ്മളൊക്കെ പ്രായമുള്ളവരാ, നമ്മളോട് അവർക്ക് എന്തോ ഒരു ഇഷ്ടം, എന്തോ ഒരു സ്നേഹം. ശാരീരികവും ലൗകികവുമായ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, സ്തോത്രം. എനിക്ക് അങ്ങനെയുള്ള ചില ശിഷ്യന്മാരുണ്ട്, പ്രായനേക്കാൾ കൂടുതലുള്ളവരുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, കണ്ണു പറയാതെ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുക എന്താ, അപ്പോഴത്തേക്കിനും അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകും. ലൗകികമായി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നാമുമായി ബന്ധപ്പെട്ടവർ അങ്ങനെ നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നെങ്കിൽ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തൻ്റെ മുഖം രോമം പറിക്കുന്നവർക്ക് വേണ്ടി നീട്ടിക്കൊടുത്ത, മുഖത്ത് തുപ്പുന്നവർക്ക് മുഖം മറയ്ക്കാതിരുന്ന, നമുക്ക് വേണ്ടി നഗ്നതയേറ്റും നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ നമ്മുടെ ആത്മനാഥന്റെ അടുക്കൽ അവനോട് കൂടെ ചിലവഴിക്കുന്ന സമയങ്ങൾ എത്രയോ ശ്രേഷ്ഠകരമാ. സ്തോത്രം. ഒന്നും ചെയ്തില്ലെങ്കിലും അത് വളരെ ആനന്ദകരവും ആസ്വാദ്യകരവുമാണ്. സ്തോത്രം. അവസാനമായി ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്താം. 5-6 മിനിറ്റുകളെ ഉള്ളെങ്കിലും വിശദീകരിക്കുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ട ഭാഗം തന്നെയാ. വെളിപ്പാട് 22-ന്റെ 3-ാം വാക്യത്തിന്റെ അവസാനം, ഹിസ് സെർവൻസ് വിൽ സെർവ് ഹിം. അവന്റെ ദാസന്മാർ, മലയാളത്തിൽ അവനെ ആരാധിക്കുമെന്നുണ്ട്, ഇംഗ്ലീഷിൽ ഹിന്ദിയിലുമൊക്കെ സെർവ് ഹിം, അവനെ സേവിക്കും എന്നാണ്. നാം നിത്യതയിൽ എന്ത് ചെയ്യും? കർത്താവിനെ സേവിക്കും. വിൽ മിനിസ്റ്റർ ടു ഹിം, വിൽ സെർവ് ദ ലോർഡ്. കർത്താവിനെ നമ്മൾ സേവിക്കും. എങ്ങനെ സേവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. സ്തോത്രം. ഇവിടെ ആണെങ്കിൽ ജോലിയും പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കർത്താവിനെ സേവിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. അവിടെ അത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പിന്നെന്താ അവിടെ സേവിക്കുക എന്ന് പറഞ്ഞാൽ? അവിടെ എന്താ ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. God doesn't have any requirements there. For how can we serve him? I don't know exactly. എനിക്കറിയില്ല. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു നമ്മൾ അവനെ സേവിക്കും എന്ന്, നമ്മൾ അവനെ സേവിക്കുമെന്ന്. സ്തോത്രം. അതിനെക്കുറിച്ചും JC റൈൽ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. The full nature of the future is wisely hidden from us. It is enough for believers to know that they will be with Christ. It is company, not place, which make up happiness. ഒന്നും കൂടെ ഞാനത് വായിക്കാം. The full nature of the future is wisely hidden from us. നിത്യതയുടെ പൂർണ്ണ രൂപം വളരെ വിവേകത്തോടെ ഇന്ന് നമ്മിൽ നിന്നും ദൈവം മറച്ചു വച്ചിരിക്കുന്നു.
It is enough for believers to know that they will be with Christ. ഒരു കാര്യം മാത്രം ഉറപ്പോടെ പറയുന്നു, നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. അത്രയും അറിഞ്ഞാൽ മതി, പോരെ? നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. സ്തോത്രം. അതിൽ കൂടുതലല്ലോ അറിയാനുണ്ടോ? അറിയേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിലില്ല. സ്തോത്രം. ചില സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും പോകാനൊരുങ്ങുമ്പം മോനെയും കൂടെ ചോദിക്കും, ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. നീ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട, ചിലപ്പോൾ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. നീ എൻ്റെ കൂടെ വരുന്നേ, ചലോ എൻ്റെ കൂടെ വരുന്നേ. You will be with me. That's more than enough for you. സ്തോത്രം. നമുക്ക് അത്ര അറിഞ്ഞാൽ മതി. നമ്മളെ ഇത്ര പാപികളായിരിക്കുമ്പോൾ ഇത്രയധികം സ്നേഹിച്ച നമ്മുടെ കർത്താവിനോട് കൂടെ കർത്താവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ പോവുകയാ. സ്തോത്രം. അത്ര അറിഞ്ഞാൽ പോരെ നമുക്ക്? പ്രൈസ് ഗാഡ്. എന്നിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് കമ്പനി നോട്ട് പ്ലേസ്. ഇത് കൂട്ടായ്മയാണ്, സ്ഥലമല്ല. സ്ഥലത്ത് നല്ല പ്രാധാന്യം. വിച്ച് മേക്ക് അപ്പ് ഹാപ്പിനെസ്. ആ കൂട്ടായ്മയാണ് നമ്മുടെ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ആ പൂർണ്ണത എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവും ഒത്തുള്ള ആ വാസത്തിനായി നമുക്ക് വീണ്ടും ഒരുങ്ങാം. നാം ശരീരം കൊണ്ടകന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നമ്മെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ബാക്കി നാളെ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.